ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വന്ന ചോറ് കൊണ്ട് ഭയങ്കര രുചികരമായിട്ടൊരു പുഡിംഗ് റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് ചോറ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കുറച്ച് പാലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കരയും കുറച്ച് വെള്ളവും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 സ്പൂൺ മൈദപ്പൊടിയും കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റാക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചോറ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അത് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കുക. നമ്മൾ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മൈദ കൂട്ടി വെച്ചിരുന്നില്ല, അതും പാട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇത് സെറ്റ് ആവാനുള്ള പാത്രത്തിൽ കുറച്ച് ക്യാഷ് കട്ട് ചെയ്തിട്ട് അതും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റി പാത്രത്തിൽ നിന്ന് വിട്ട് പോരാൻ നല്ല വിട്ട് പോരണ്ട, ആ രൂപത്തിലാവുമ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ചൂടൊക്കെ പോയിട്ട് നല്ല അടിപൊളി പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര രുചിയാണ് കേട്ടോ.